തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് സിപിഐഎം ബി.ജെ.പി കൗൺസിലർമാർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐഎം കൗൺസിലർമാർ സംഘടിപ്പിച്ച പ്രതിഷേധമാണ് കടുത്ത സംഘർഷത്തിൽ കലാശിച്ചത്. സിപിഐഎം കൗൺസിലർ സിന്ധു ശശിയുടെ തലയ്ക്ക് 4 സ്റ്റിച്ചിട്ടു. സംഘർഷത്തിൽ മേയർ വി രാജേഷിന് കാലിന് പരിക്കേറ്റു. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം 16 ബി.ജെ.പി കൗൺസിലർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആർ സുഗതൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനാണ് സിപിഐഎം തീരുമാനം. സ്ഥിരം ക്രിമിനൽ പട്ടികയിലുള്ള സുഗതനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണോ ബി.ജെ.പി നേതൃത്വം? കാപ്പ കേസിൽ ജയിലിലായിട്ടും സുഗതനോട് രാജി ആവശ്യപ്പെടാൻ മേയർ വി രാജേഷ് തയ്യാറാവാത്തത് എന്തുകൊണ്ട്? കടമാർഡി എക്സ്റാം. സത്യപ്രതിജ്ഞാ ചട്ടം ലംഘിച്ചുവെന്നും ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടും എൽ.ഡി.എഫ് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മേയർ വി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ.ഡി.എഫ് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചതോടെ നഗരസഭ യുദ്ധക്കളമായി മാറി. മേയറുടെ ചേംബറിന് മുന്നിൽ സിപിഐഎം ബി.ജെ.പി കൗൺസിലർമാർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി. മേയർ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലും നിരവധി കൗൺസിലർമാർക്കാണ് പരിക്കേറ്റത്. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. മേയറടക്കം 14 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സിപിഐഎം കൗൺസിലർ സിന്ധു ശശിയുടെ തലയിൽ 4 സ്റ്റിച്ചിടേണ്ട മുറിവുണ്ടായി. ബലം പ്രയോഗിച്ചുള്ള സമരം അംഗീകരിക്കില്ലെന്നും സിപിഐഎം കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് അനാവശ്യ പ്രകോപനമാണ് ഉണ്ടായതെന്നും മേയർ വി രാജേഷ് പറഞ്ഞു. മേയറുടെ നേതൃത്വത്തിൽ ബി.ജെ.പിയാണ് ആക്രമണമുണ്ടാക്കിയതെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. അതേസമയം സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ അംഗീകാരം നൽകി. ബി.ജെ.പി കൗൺസിലർമാരുടെ പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണെന്ന പരാതിയിൽ നിയമോപദേശം തേടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മേയറെ കടത്തിവിടുകയാണ് ഉണ്ടായത്. എന്നാൽ മേയർ കരുതിക്കൂട്ടി ഒരുപറ്റം ആളുകളുമായി വന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് സിപിഐഎം നേതാക്കൾ ആരോപിച്ചു. RSSകാരെ കൊണ്ടുവന്ന് സമരത്തെ ചവിട്ടി ഒതുക്കാമെന്ന് മേയർ കരുതേണ്ടെന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അധികം വിചാരിക്കുന്നത് ബി.ജെ.പിക്കാരെയോ RSSകാരെയോ കുറച്ച് ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ഈ എല്ലാവരെയും തല്ലി ഒതുക്കി ചവിട്ടി വീഴ്ത്തി എല്ലാം റെഡിയാക്കി അങ്ങോട്ട് ഭരിക്കാമെന്ന് കരുതിയാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വിട്ടുകളുടെ സ്വർഗത്ത് ജീവിക്കുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. ജനാധിപത്യത്തെ മാനിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവണം. ജനാധിപത്യപരമായ മര്യാദ അദ്ദേഹം കാട്ടണം. ഇത്തരത്തിൽ ഇങ്ങനെ വന്ന് ഇടിച്ചു നിരത്തുന്നത് മേയറാണ് ആദ്യത്തെ ഇടിയിടിക്കുന്നത്. എന്റെ പുറത്താണ് മേയർ ആദ്യത്തെ ഇടിയിടിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ നിൽക്കുമ്പോഴാണ് ഇടിച്ചു കയറിക്കൊണ്ട് പോകുന്നതും മറ്റുള്ളവരെ അക്രമ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പ്ലാൻഡായി ബാക്കി കൗൺസിലർമാരെ സംഘടിപ്പിച്ച്, ഡെപ്യൂട്ടി മേയറെ സംഘടിപ്പിച്ച്, വനിതാ ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവരവിടെ വന്നത്. ഞങ്ങൾക്കും ഇതുപോലെ സംഘടിപ്പിക്കാൻ നിരവധിയായിട്ടുള്ള ആൾക്കാർ വെളിയിലുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. ബി.ജെ.പി മേയറുടെ ഓഫീസിൽ കയറി കലാപവും നാടകവും ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മേയറെ അകത്തേക്ക് കടത്തിവിടാത്ത സമീപനം ജനാധിപത്യ പാർട്ടികൾക്ക് ചേരുന്നതല്ല. മേയർ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞത് ആടിനെ പട്ടിയാക്കുന്ന സമീപനമെന്ന് വി മുരളീധരൻ MLA ആരോപിച്ചു. ബി.ജെ.പി മേയറിന്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. മേയർ CPMന്റെ അഴിമതിനെ കുറിച്ച് എല്ലാം പുറത്ത് പറയുമ്പോഴും വിടുമ്പോഴും CPM ഒരു പ്രതിഷേധ നാടകം നടത്തും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു നാടകമാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മേയറുടെ ചേംബറിന് പുറത്ത് മേയറെ അകത്തേക്ക് കടത്തിവിടില്ല, അദ്ദേഹത്തെ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സമീപനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിക്കും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ കുറച്ച് ദിവസമായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടത്തി ഇപ്പോൾ അവസാനം അക്രമത്തിലേക്ക് അവർ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുക തന്നെ ചെയ്യും. നാടകീയമായ സംഭവങ്ങളായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ തുടരുകയാണല്ലോ. അപ്പം ഭരിക്കാൻ സത്യത്തിൽ സമയമില്ലാത്ത അവസ്ഥയാണ് അവർക്ക് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. എന്തായാലും ഇത് ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ മട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ആ വനിതാ കൗൺസിലർ ബിന്ദു എന്ന കൗൺസിലറുടെ
തലയിൽ 4 സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ പരിക്കുണ്ടായിട്ടുണ്ട് എന്ന്. മേയർ തന്നെ ഇന്നിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്ന സീൻ. ഡെപ്യൂട്ടി മേയർക്ക് പരിക്കുണ്ട് എന്ന് പറയുന്നു. ഏതാണ്ട് 4-5 CPIM കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് ശരിക്കും നല്ല പരിക്ക് തന്നെ ഏൽക്കുന്ന സ്ഥിതിയിലേക്ക് അവിടുത്തെ സംഘർഷം മാറി എന്നുള്ളതാണ്. കൗൺസിലർമാരല്ലേ ഒരു കൗൺസിൽ. പിന്നെ തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും അവിടെ ഇങ്ങനെ പരസ്പരം പോർവിളികളൊക്കെ നിരന്തരം നടക്കാറുള്ളതാണ്. എങ്കിലും ഇങ്ങനെ ഒരു ഈ കായികമായി പരസ്പരം ആക്രമിക്കുന്ന തരത്തിലേക്കൊന്നും ആ സംഘർഷം മാറാറില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു കോർപ്പറേഷനിൻ്റെ കൗൺസിലർമാരല്ലേ. അപ്പോൾ അവർ ആ ഒരു പക്വത കാണിക്കേണ്ടതായിരുന്നു ഈ സമരത്തിലായാലും എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അതിൽ ആരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായാലും അത് തെറ്റ് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഈ ആർ സുഗതൻ എന്ന് പറയുന്നത് അതിനകത്ത് സംശയമൊന്നുമില്ല. ആർ സുഗതൻ എന്നയാൾ കൗൺസിലറാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഗുണ്ടയാവാതിരിക്കുന്നില്ല, ക്രിമിനൽ ആവാതിരിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കേസുകൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 8 കേസുകൾ ലൈവായുള്ള 8 കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് രാഷ്ട്രീയപരമായ കേസ് എന്ന് പറയാൻ ഒരെണ്ണമേ ഉള്ളൂ. അതുപോലും ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. അല്ലെങ്കിൽ എവിടെയും പോയി സമരം ഇരുന്നതിനല്ല. അതായത് അതും ഭീഷണി തന്നെയാണ്. ആളുകളെ ഓടിച്ചതാണ്. അവിടെ എന്താണ് ലൈറ്റും ഇതൊക്കെ ആയിട്ട് വന്ന ആളുകളെ ഓടിച്ചതാണ്. അപ്പോൾ അതായത് ഗുണ്ട തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ, അതായത് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങളിൽ ഗുണ്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് സുഗതൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ നിയമപരമായി കാര്യങ്ങളെ നേരിടുന്നതിൽ ഒരു കഴിവ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം പല കേസുകളിലും അങ്ങനെ 4-5 ദിവസം ആകപ്പാടെ ഇത്രയും കാലത്തിനിടയ്ക്ക്, അതായത് ആളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചിട്ട്, കമ്പിയടിക്ക് തലക്കടിക്ക് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ഗുണ്ടാപിരിവ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല പരിപാടികൾ നടത്തിയിട്ടും 4-5 ദിവസം ഇതുവരെ കിടന്നിട്ടുള്ളൂ. ഇത്തവണ പക്ഷേ കാപ്പ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം നേരിടുന്ന പ്രതിസന്ധി. BJP അവിടെ വലിയൊരു വിജയം നേടിയതാണ്. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ പിടിച്ചെടുത്തതാണ്. അതിലവർക്ക് അവരുടെ വലിയ അധ്വാനമുണ്ട്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളതും അവരെ സംബന്ധിച്ച് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. മാത്രമല്ല അവർക്ക് അത്യാവശ്യമാണ്. 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണ അവിടെയുണ്ട്. സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയല്ല. ഇത് BJP മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്ത മട്ടിലാണെങ്കിൽ ആ സ്വതന്ത്ര കൗൺസിലർമാരെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെ മേയർമാരാക്കിക്കൊണ്ട് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ സാഹചര്യത്തെ അട്ടിമറിക്കാവുന്നതേ ഉള്ളൂ. 1. 2, ഈ 51 പേരുടെ ഭൂരിപക്ഷത്തിൽ 51 എന്നുള്ള ആ മാജിക് നമ്പറിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഞാണിമേലാണ് ആ ഭരണം. PV രാജേഷ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, വളരെ നമ്മുടെ സുഹൃത്താണ്. എല്ലാം നല്ല നിലയ്ക്ക് തന്നെ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ നോക്കിക്കാണുന്നു ഇതുവരെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം പക്ഷേ ഇത് കൊണ്ടുപോകണമെങ്കിൽ വലിയ പാടുപെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താ, ഈ ഒരാൾ എന്നുള്ളത് ഇപ്പോൾ സുഗതൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എന്താവും എന്നുള്ളത് കയ്യാലപ്പുറത്താണ്. കാപ്പ കേസ് പ്രതിയാണ്. അയാൾക്ക് ഈ കൗൺസിലിൽ ഹാജരാകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. 2 കൗൺസിലിൽ ഓൾറെഡി ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഹാജരാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അയോഗ്യനാക്കപ്പെടും എന്നുള്ള പ്രശ്നമുണ്ട്. ഇതെല്ലാം പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സുഗതനും വേറെ മറ്റേതോ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാറ്റി സത്യപ്രതിജ്ഞ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള വല്ലാത്ത തത്രപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും അഗ്രസീവായി ഈ സമരത്തെ ഏറ്റുമുട്ടാനുള്ള ഒരു മനോനിലയിലേക്ക് അവിടുത്തെ BJP കൗൺസിലർമാരും എത്തിയത്. അത് 3 ദിവസമായിട്ടാണ് ഇപ്പോൾ അവിടെ സമരം നടക്കുന്നത്. സുഗതൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വേറെ നിയമ നടപടികളും നടക്കുന്നുണ്ട്. സുഗതൻ്റെ കാര്യത്തിൽ ഒരു ഊരാക്കുടുക്കിൽ BJP ചെന്നുപെട്ടിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം ശക്തമായി വന്നു നിന്നുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ സുഗതനെ രക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് സുഗതൻ അവിടുത്തെ ഏറ്റവും മഹാനായ നേതാവായിട്ടൊന്നുമല്ല, സുഗതൻ്റെ കേസുകളെക്കുറിച്ച് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ഈ ഭരണം നിലനിർത്താൻ ഇത് അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത്രയും മഹാനായ ഒരു മനുഷ്യനില്ല എന്ന മട്ടിലാണ് സുഗതനെ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല CPM തുടർച്ചയായി ജയിച്ചു വരുന്ന ഈ പറഞ്ഞ എന്താണ് വാഴോട്ടുകോണം വാർഡിൽ ഇങ്ങനെ ശക്തമായി വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവ് തന്നെയാണെന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ടപ്പോൾ ഞാൻ വെറുതെ ആയിട്ട് കണക്കെടുത്ത് നോക്കുമ്പോൾ 1939 വോട്ടാണ് സുഗതന് കിട്ടിയത്. അവിടുത്തെ CPIMൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1881 വോട്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 1549 വോട്ട്. ഇനി CPM വിമതന് 636 വോട്ടും കൂടി കിട്ടി. ഈ
CPIM-ന്റെ സ്ഥാനാർത്ഥിയുടെ അപരനും മത്സരിച്ച് അയാൾക്ക് 44 വോട്ട് കിട്ടി. അങ്ങനെ മൊത്തം 58 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുഗതൻ അവിടെ ജയിക്കുന്നതെന്ന് മാത്രമല്ല, സുഗതന് അനുകൂലമായി 1939 വോട്ട് ആ വാർഡിൽ വരുമ്പോൾ സുഗതനെതിരായി വീണിരിക്കുന്നത് 3474 വോട്ടാണ്. എന്നാലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം അവിടെ സുഗതൻ തന്നെ അവിടുത്തെ കൗൺസിലറായി വന്നു എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കാരണം ഇത് കേസുകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ആ പ്രദേശത്തെ ഒരു ലോക്കൽ ഗുണ്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയുള്ള ഒരാൾ, പക്ഷേ ഇത്രയും മഹാനായി അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത് പോയി നോക്കിയത്. എങ്ങനെ എന്ന് വെച്ചാൽ വേറൊരു എതിരാളി ഇല്ലാതെ വിജയിച്ചു എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ പോരാടേണ്ടതുണ്ട്. ആരെ പിടിച്ചിട്ടായാലും ഇപ്പോൾ ഇയാളെ തൽക്കാലം തള്ളിപ്പറയാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഈ സംഘർഷത്തിലേക്ക് പോയി ഇങ്ങനെ പോകാതെ ഈ കാര്യങ്ങൾ പരിഹരിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. ശരിക്കും നല്ലപോലെ അധ്വാനിച്ചിട്ടാണ് അവിടെ ഒരു ഭരണം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒന്ന് ഇരുന്ന് കാല് നീട്ടണമെങ്കിൽ അത് പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ VV രാജേഷിനുള്ളത് സമാധാനത്തിൽ ഇതിൽ. കാരണം ഈ പറയുന്ന പോലെ ഈ മാജിക് നമ്പർ 51 എന്ന് മാത്രമായി പോയതുകൊണ്ടാണ്. ഈ 51 നിലനിർത്തുക എന്നുള്ളത് അതിന് 18 അടവും പുറത്തെടുക്കേണ്ട സകല മാൽ പ്രാക്ടീസും നടത്തുന്ന പോലെയാണ് നിലവിൽ നമ്മൾ ഈ കൗൺസിൽ യോഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സുഗതൻ പങ്കെടുക്കാത്ത കൗൺസിൽ യോഗം എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് അവരുടെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കൗൺസിൽ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ സുഗതനുണ്ട് കേട്ടോ. പക്ഷേ സുഗതൻ അവിടെ എത്തിയിട്ടില്ല. പക്ഷേ ആ മിനിറ്റ്സിൽ സുഗതനുണ്ട്. അത് ഈ മിനിറ്റ്സ് സൂക്ഷിക്കുന്നതൊക്കെ മേയറുടെ മേൽനോട്ടത്തിലും മേയറുടെ അണ്ടറിലുമാണ്. അപ്പോൾ അവരത്തരം മാൽ പ്രാക്ടീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും തോന്നുന്നു, ഈ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം സുഗതൻ്റെയാണ് ബെസ്റ്റ് സമയം എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകുന്നത്. സുഗതൻ്റെ കേസ് പറയുമ്പോഴാണ് സുഗതൻ ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ്, പിന്നെ മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങളും വീടും ആക്രമിച്ചു തകർത്തു, അതടുത്ത കേസ്. മറ്റൊന്ന് ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചു. പിന്നൊന്ന് ബിസിനസ് തകർത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം എന്ന് തുടങ്ങി സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന് ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. സർവ്വതല സ്പർശിയാണ് സുഗതൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ. എന്ന് തുടങ്ങി കാപ്പ കേസ് പ്രതി എന്നുള്ളത് ചുമ്മാ അങ്ങ് കിട്ടിയതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കാര്യമെന്ന് BJP ഒക്കെ പറയുന്നത് സത്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവർ വെറുതെയെങ്കിലും ഇങ്ങനെയൊക്കെ കേസിൻ്റെ ഹിസ്റ്ററികൾ പരിശോധിച്ചാൽ പോലും അവർക്കത് എങ്ങനെ പറയാൻ കഴിയുന്നുള്ളത്. പക്ഷെ അത് ഈ ഗതികേട് കൊണ്ടാണെന്നേ അവരുടെ ഒരു ഭരിക്കണമെങ്കിൽ പറയേണ്ടത് പറഞ്ഞ പോലെ ഇരുന്നിട്ടൊന്ന് കാല് നിട്ടെങ്കിൽ ഇത് പറ്റണ്ടേ ഇവരെ കൊണ്ട് ഇത്. അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ സകല മാൽ പ്രാക്ടീസും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും സുഗതനെ സംരക്ഷിക്കണം. സുഗതനാണ് നിലവിൽ നമ്മുടെ ചിഹ്നം സുഗതൻ എന്ന് പറയുന്നത് പോലെയാണ്. ഈ കോർപ്പറേഷൻ്റെ ഐശ്വര്യമേ സുഗതനാണ്. അതുകൊണ്ട് സുഗതനില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് നേരെ നിന്ന് മേയറാണെങ്കിലും BJP സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും മറ്റുള്ളവരും അയാൾക്കായി നിലകൊള്ളുകയാണ്. ശ്രീലേഖയൊക്കെ കവിത എഴുതുകയാണ് ഫേസ്ബുക്കിൽ, കവിതയും കഥയും ഒക്കെ. എങ്ങനെ സുഗതൻ എങ്ങനെ സുഗതൻ ഗുണ്ടയായത് നാട്ടുകാർക്ക് വേണ്ടി. നമ്മളിപ്പം വായിച്ച കേസുകളൊക്കെ കണ്ടില്ലേ, സുഗതൻ ജനങ്ങളുടെ ക്ഷേമത്തിന് ഗുണ്ടയായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരി നിന്ന് എല്ലാവരും പുകഴ്ത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിലവിലിനി കോടതി ഇതിൽ, അതായത് ഇപ്പോൾ കാപ്പ സമിതിയെ ഇവർ സമീപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിയമപരമായ നീക്കുപോക്കുകൾ ഇനി വരുന്നത് എന്ന പോലെ ഇരിക്കും അവിടുത്തെ ഒരു ഭാവി എന്നാണ് തോന്നുന്നത്. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് BJP കൗൺസിലറായ സുഗതൻ. കാപ്പ കേസടക്കം നിരവധി കേസുകൾ നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതനെ വാഴോട്ടുകോണം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാകുന്നത്. കൗൺസിലറായി വിജയിച്ചതിന് ശേഷവും ക്രിമിനൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സുഗതൻ തയ്യാറായിരുന്നില്ല. ഇതുവരെ 3 തവണയാണ് സുഗതനെതിരെ കാപ്പ ചുമത്തപ്പെട്ടതെന്നത് ഇതിന്റെ എല്ലാം ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതേ ആളുടെ കാപ്പ കേസടക്കം ഒഴിവാക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന BJP CPIM സംഘർഷം പോലും സുഗതനെ സംരക്ഷിക്കാനായിരുന്നു എന്ന വിമർശനവും ശക്തമാണ്. 2014 മുതൽ റൌഡി ലിസ്റ്റിലുള്ള ഒരാളെയാണ് BJP നേതൃത്വം സംരക്ഷിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. സത്യപ്രതിജ്ഞ കൂടി റദ്ദാക്കപ്പെട്ടതോടെ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് സുഗതനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെന്ന് വ്യക്തം. കാപ്പ കേസ് പ്രതിയായ സുഗതനെ തള്ളിപ്പറയാൻ BJP നേതൃത്വം തയ്യാറാകുമോ എന്ന് കാത്തിരുന്നു കാണാം.